നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ രാസലഹരിക്കെതിരായി വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മധുരം ജീവിതം ലഹരി വിരുദ്ധ ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണക്കളി മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന നാടൻ പാട്ട് മത്സരം ഫോക്ലോർ അക്കാദമി ജേതാവ് ഗിരീഷ് മുരിയാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മുൻ MLA പ്രൊഫസർ KU അരുണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ജെ ചിറ്റിലപ്പള്ളി, KR ജോജോ, ബിന്ദു പ്രദീപ്, KS തമ്പി, TV ലത, ലിജി രതീഷ്, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷൈജു, മുകുന്ദപുരം തഹസിൽദാർ സിമേഷ് സാഹു, എക്സൈസ് ഇൻസ്പെക്ടർ N ശങ്കർ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ഗ്രാമിക കലാവേദി പ്രസിഡന്റ് PK കിട്ടൻ, പ്രോഗ്രാം കൺവീനർ RL ജീവൻലാൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നഗരകേന്ദ്രങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തവണ ലഹരിമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാസലഹരിക്കും മയക്കുമരുന്നിനുമൊക്കെ എതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ കലാ പരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ മധുരം ജീവിതം എന്ന നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സന്ദേശം കൂടി പ്രചരിപ്പിക്കണം എന്നാണ് നാം തീരുമാനമെടുത്തത്. ഇരിങ്ങാലക്കുട മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ലഹരി വിമുക്ത ആശയങ്ങളുടെ പ്രചരണം കൂടി ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളെ കൂടുതലായി കലാ കായിക വേദികളിലേക്കും വായനശാലകളിലേക്കും ആകർഷിക്കുക എന്നുള്ളതാണ് രാസലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന കാഴ്ചപ്പാട് കൂടി അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിലേക്ക് സജീവമായി കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായും ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ ചുമതലയാണ്. ഇത്തവണ വർണ്ണക്കുട സ്പെഷ്യൽ എഡിഷൻ എന്ന നിലയിൽ നമ്മൾ സംഘടിപ്പിച്ചത് നാടൻപാട്ട് മത്സരവും ഓണക്കളി മത്സരവുമാണ്. ഈ രണ്ട് കലാരൂപങ്ങളും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന വളരെ നൈസർഗികമായ തനത് കലാരൂപങ്ങളാണ്. അതിൻ്റെ ആസ്വാദകരും സമൂഹത്തിലെ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ജീവനും ചൈതന്യവുമുള്ള ഈ രണ്ട് കലാരൂപങ്ങളെ ആസ്പദമാക്കി നമുക്ക് ഓണാഘോഷം ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുട ICL ഫിൻകോപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര വാദ്യമേളങ്ങളും പുലിക്കളി, കുമ്മാട്ടി, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് ശ്രദ്ധേയമായി. ബസ് സ്റ്റാൻഡ് ഠാണ വഴി ഘോഷയാത്ര സിന്ധു ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ICL ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, CEO ഉമ അനിൽകുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. നന്മയും നീതിയുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും മാവേലി എന്ന നീതിമാനായ ഒരു രാജാവ് എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഭരണം നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പിന്നീട് നീതിരഹിതമായിട്ട് നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നുമുള്ള ഓണത്തിൻ്റെ ഐതിഹ്യം ഒരു മാതൃകാ സമൂഹം ഇനിയും സാധ്യമാണ് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്.
ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഷീ ലോഡ്ജ് പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട കൊളംബോ ഹോട്ടൽ ഉടമ CL ജോർജ് നാട മുറിച്ച് ഷീ ലോഡ്ജിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ OS അവിനാഷ്, TV ചാർലി, ജസ്റ്റിൻ ജോൺ, ഷീ ലോഡ്ജ് കരാറെടുത്തിട്ടുള്ള ഡെസിൻ സണ്ണി എന്നിവർ പങ്കെടുത്തു. KPMS വെള്ളാങ്കല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ അവിട്ടാഘോഷം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 6 ഉച്ചതിരിഞ്ഞ് 3:30 വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളാങ്കല്ലൂർ സോഷ്യൽ ക്ലബ് അങ്കണത്തിൽ സമാപിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ പ്രജിത് പൂവത്തുംകടവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ K പ്രസാദ്, SNDP യോഗം ഡയറക്ടർ KK ബിനു, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാസ്മി ജോയ് എന്നിവർ പങ്കെടുക്കും. KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN സുരൻ, സംഘാടക സമിതി ഭാരവാഹികളായ ശിവൻ മണമേൽ, PV ശ്രീനിവാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനാഘോഷം പൊൻചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടം നക്ഷത്രത്തിൽ കേരളത്തിലെ 109 കേന്ദ്രങ്ങളിലാണ് ജന്മദിനാഘോഷം നടക്കുന്നത്. ഈ ജന്മദിനാഘോഷത്തിന് ഇന്നലെ തുടക്കം കുറിച്ചു. കേരളത്തിലെ 5000-ഓളം വരുന്ന ശാഖാ കമ്മിറ്റികളിലും 109 യൂണിയൻ കേന്ദ്രങ്ങളിലും ഇന്നലെ പതാക ദിനം ആചരിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ ദിനാഘോഷം കടന്നു വരുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ ജാതിയും മതവും വർണ്ണവും അപരവിദ്വേഷവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് മഹാത്മാ അയ്യങ്കാളിയുടെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഒക്കെ തന്നെ ജന്മദിനാഘോഷങ്ങൾ കടന്നു വരുന്നത്. നവോത്ഥാന കാലഘട്ടത്ത് സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള നമ്മുടെ പൂർവികർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി കൊണ്ടാണ് കേരളം ഇന്ന് ആധുനിക സമൂഹമായി മാറിയത്. ഈ ആധുനിക സമൂഹത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട PR ബാലൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ആർദ്രം സാന്ത്വന പരിപാലന കേന്ദ്രം ടൗൺ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണം സൊസൈറ്റി രക്ഷാധികാരി VA മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, KP ജോർജ്, MV വിൽസൺ, TL ജോർജ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാടിനെ പഠിപ്പിച്ച ഏറ്റവും മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് PR ബാലൻ മാസ്റ്റർ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന എല്ലാവരാലും കണ്ണടയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു കോണിലേക്ക് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ബാലൻ മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നതുകൊണ്ട് അക്കാര്യം നിർവഹിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കാലശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ കടമ നിർവഹിച്ചു വരികയാണ്. ലോകത്തെവിടെയായാലും പ്രയാസം അനുഭവിക്കുന്ന, ചൂഷണം അനുഭവിക്കുന്ന, ഏറ്റവും താഴേക്കടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ പക്ഷത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരെ ഒരു പുതിയ ജീവിതം. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന ദേശീയ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സമാപിച്ചു. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കർണാടക ടീമുകൾക്ക് വിജയം.
സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. ഡോൺ ബോസ്കോ സ്കൂൾ റെക്ടർ ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജിനോ കുഴിത്തൊട്ടിയിൽ, സെൻട്രൽ സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി, സ്കൂൾ കോർഡിനേറ്റർ ബിന്ദു ബാബു, സൗമ്യ ബാബു എന്നിവർ പങ്കെടുത്തു. സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ മൈക്കിൾ സ്വാഗതവും കോർഡിനേറ്റർ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.